പെരുമ്പാവൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്കുള്ള ദൂരം എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ഞാനിപ്പോൾ ഗൂഗിൾ നോക്കി കണ്ടുപിടിച്ചാണ്. 108 കിലോമീറ്റർ എന്നാണ് ഗൂഗിൾ പറയുന്നത്. ശരിയായിരിക്കും. സംശയമുണ്ടെങ്കിൽ ആർക്കെങ്കിലും ടേപ്പ് വെച്ച് അളന്ന് നോക്കി ബോധ്യപ്പെടാവുന്നതാണ്. ഈ ദൂരം താണ്ടാനായിട്ട് 2 മണിക്കൂർ 36 മിനിറ്റ് വേണം കാറിൽ എന്നുമാണ് ഗൂഗിൾ പറയുന്നത്. അത് ശരിയായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ കാലടി പാലത്തിലൊരു ബ്ലോക്ക് കിട്ടിയാൽ അവിടെ തന്നെ 2 മണിക്കൂർ കിടക്കേണ്ടി വരും. എന്തുവാട്ടെ, പെരുമ്പാവൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്കുള്ള ദൂരം അഥവാ ഒറ്റപ്പാലത്ത് നിന്ന് പെരുമ്പാവൂർക്കുള്ള ദൂരം 108 കിലോമീറ്ററാണ്, അല്ലെങ്കിൽ 106 കിലോമീറ്ററാണ്. കിലോമീറ്റർ 1-2 കൂടിയാലും വലിയ വ്യത്യാസമില്ല. പക്ഷേ അതിനേക്കാൾ വലിയ വ്യത്യാസമുണ്ട് UDFൻ്റെ നിലപാട് സംബന്ധിച്ച്. പെരുമ്പാവൂർ MLA ആയിരുന്ന എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നിഷേധിച്ചു. നമ്മൾ ഈ വിഷയം ഇവിടെ പറഞ്ഞാണ്. കുന്നപ്പള്ളിക്കെതിരായിട്ട് പരാതിയുണ്ട്. സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട പരാതിയിൽ കുന്നപ്പള്ളിക്ക് തിരുവനന്തപുരത്ത് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഹൈക്കോടതി അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവ് വായിച്ചാൽ മനസ്സിലാവും പീഡനത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നു, ആരെയാണ് പീഡിപ്പിച്ചത് എന്നുള്ളത്. അതവിടെ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് സദാചാര ഭ്രംശം ആരോപിച്ച് പാർട്ടി സീറ്റ് നിഷേധിച്ചു. അതിനേക്കാൾ കടുത്ത കുറ്റം ചെയ്തതിനാണ് കേട്ടോ രാഹുൽ മാങ്കൂട്ടത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്, നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കിയത്. അദ്ദേഹത്തിൻ്റെയും കുന്നപ്പള്ളിയുടെയും കുറ്റകൃത്യങ്ങൾ തമ്മിൽ താരതമ്യമില്ല. എന്തുവാട്ടെ, സദാചാര നിരതനല്ലാത്ത ഒരാൾ ഇവിടെ സ്ഥാനാർത്ഥിയാകേണ്ടതില്ല എന്ന് തീരുമാനിക്കാനുള്ള എല്ലാ അവകാശവും എല്ലാ സ്വാതന്ത്ര്യവും കോൺഗ്രസ്സിനുണ്ട്. അത് അവർ വിനിയോഗിച്ചു. ആര് സ്ഥാനാർത്ഥിയാവണം ആര് ആവണ്ട എന്ന് അവരെ തീരുമാനിക്കണം. അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. പുള്ളി കുറച്ച് മനപ്രയാസമൊക്കെ പുറമേക്ക് കാണിച്ചെങ്കിലും പിന്നീട് അച്ചടക്കമുള്ള കോൺഗ്രസ്സുകാരനായിട്ട് നിലവിൽ സ്ഥാനാർത്ഥിയായ മനോജ് മൂത്തേടന് വേണ്ടി അനവരതം പ്രവർത്തിക്കും എന്ന് പ്രതിജ്ഞയെടുത്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയിരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ പറയാൻ പോകുന്ന ഒറ്റപ്പാലത്തെ കാര്യമാണ്. ഒറ്റപ്പാലത്ത് ആരാണ് സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചാൽ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ PK ശശിയാണ്. PK ശശി ഏത് പാർട്ടിയിലായിരുന്നു? നേരത്തെ CPMലായിരുന്നു. CPMൽ എന്തുകൊണ്ടാണ് അദ്ദേഹം അനഭിമതനായത്? അദ്ദേഹത്തിനെതിരെ ഇതുപോലുള്ള പരാതികളൊന്നല്ല പലതും ഉണ്ടായിരുന്നു. അങ്ങനെ പരാതികൾ നിമിത്തമാണ് കഴിഞ്ഞ തവണ അദ്ദേഹത്തെ പാർട്ടി തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറ്റി നിർത്തിയത്. അതിനൊരു സമാശ്വാസ സമ്മാനമായിട്ട് ശശിയെ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ട് നിയമിച്ചു. പിന്നെയും പാർട്ടിയും ശശിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം വർദ്ധിച്ചു. ശശിയുടെ വീട് മണ്ണാർക്കാട് മണ്ഡലത്തിലാണ്. അവിടേക്ക് CPMകാർ തന്നെ മാർച്ച് നടത്തുന്ന അവസ്ഥയൊക്കെയുണ്ടായി. ആർഷോയെ പോലുള്ള ധീരസഖാക്കൾ ശശിക്കെതിരായിട്ട് വലിയ പ്രസംഗങ്ങൾ നടത്തുന്നത് നമ്മൾ കേട്ടു. ഏറ്റവും ഒടുവിൽ ശശി മാർക്സിസ്റ്റ് പടകുടീരത്തിൽ നിന്ന് പുറത്തു വന്നു. അദ്ദേഹം UDFൻ്റെ പിന്തുണയോടി മത്സരിക്കുകയാണ്. അദ്ദേഹത്തിന് കൈപ്പത്തി കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചന ഉണ്ടായിരുന്നു. പിന്നെ ഏതായാലും കൈപ്പത്തിയും കൂടി കൊടുക്കേണ്ട, പുള്ളി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കട്ടെ എന്നാണ് കോൺഗ്രസ് തീരുമാനിച്ചത്. കോൺഗ്രസ്സിന് കിട്ടുന്ന സീറ്റുകളിൽ ആരെ മത്സരിപ്പിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. നമുക്ക് ആർക്കും അതിന് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ശശിയാണെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു വലിയ ധീര സേനാനിയുമാണല്ലോ. അപ്പോൾ അദ്ദേഹത്തെ പോലെ ആളെ പാർട്ടി ഒഴിവാക്കുന്നത് ശരിയല്ല. CPMൽ നിന്ന് വിട്ടുപോകുന്ന ആളുകൾക്കൊക്കെ ഇവിടെ അക്കോമഡേഷൻ കൊടുക്കാറുണ്ട്. പക്ഷേ സുധാകരനെ പോലെയല്ല, അല്ലെങ്കിൽ CC മൂന്നിനെ പോലെയോ, അതുമല്ലെങ്കിൽ നമ്മുടെ പയ്യന്നൂർ സ്ഥാനാർത്ഥിയെ പോലെയോ, ഈവൻ മലമ്പുഴയിലെ സുരേഷിനെ പോലെയോ ഉള്ള ഒരാളല്ല PK ശശി. PK ശശിയുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ CPMൽ നിന്ന് പുറത്താക്കിയത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ശശിയെ സ്ഥാനാർത്ഥിയാക്കിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നമ്മുടെ മഹാനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരിട്ട് പോയി ഉദ്ഘാടനം ചെയ്തു. വാർത്ത മനോരമയിൽ വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മനോരമ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ഈ PK ശശി UDFൻ്റെ അഭിമാനമാണ് എന്നാണ് അത്ര സതീശൻ പ്രസംഗിച്ചത്. മനോരമക്കാരെ തെറ്റായിട്ട് റിപ്പോർട്ട് ചെയ്താണോ എന്ന് എനിക്കറിയില്ല. സതീശൻ പറഞ്ഞത് ലേഖനം മനസ്സിലാവാതെ പോയതാണോ എന്നും അറിയില്ല. ഏതായാലും UDFൻ്റെ അഭിമാനം ഇനിമേലിൽ ശശിയാണ്. ശശിയാൽ നിശ ശോഭിക്കും, നിശയാൽ ശശിയും തഥ എന്നാണ് AR രാജരാജവർമ്മ കോയിത്തമ്പുരാൻ ഈ അന്യോന്യം എന്ന അലങ്കാരത്തിന് ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ UDF ഇനിമേലിൽ ശശിയെ കൊണ്ട് ശോഭിക്കും, ശശിയെ കൊണ്ട് UDFും UDFനെ കൊണ്ട് ശശിയും ശോഭിക്കും. അതാണ് ശശിയാൽ നിശ ശോഭിക്കും എന്ന് പറയും. അപ്പോൾ ഏതായാലും ഇനി അങ്ങോട്ട് ശോഭയോട് ശോഭയായിരിക്കും. മാത്രമല്ല UDFൽ ഇപ്പോൾ തന്നെ PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്, ഇപ്പോൾ PK ശശിയും കൂടിയായി. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇനിയും സ്കോപ്പുള്ളൊരു സ്ഥലമാണ് UDF. പക്ഷേ കുന്നപ്പള്ളിയെ പോലുള്ള പ്രതിഭകൾ എന്തിനാണ് ഒഴിവാക്കിയത്? എന്തുകൊണ്ടാണ് അവർക്ക് പാർട്ടി സീറ്റ് കൊടുക്കാൻ? അല്ലെങ്കിൽ മാങ്കൂട്ടത്തെ പോലുള്ള യുവാക്കളെ
എന്തിനാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്, പ്രാഥമിക അംഗത്വത്തിൽ പുറത്താക്കിയത് എന്തിനാണ് എന്നും കൂടി പറയാനുള്ള ബാധ്യത ഇവർക്കുണ്ട്. കാരണം എ സുരേഷിനെ പോലെയോ അല്ലെങ്കിൽ ജി സുധാകരനെ പോലെയോ CC മൂന്നിനെ പോലെയോ പാർട്ടി വിട്ടു പോകുന്ന ഒരാളല്ല ശ്രീമാൻ PK ശശി. അദ്ദേഹത്തെ പാർട്ടിക്ക് സഹിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് പാർട്ടിയെ സഹിക്കാൻ പറ്റില്ല. ആ നിലയിലെത്തി ഇപ്പോൾ പുറത്താക്കിയതാണ്. ഇപ്പോൾ അതാ UDFൻ്റെ അഭിമാനമായി മാറി. എന്ന് മാത്രമല്ല, സതീശൻ പറഞ്ഞനുസരിച്ചാണെങ്കിൽ CPMൻ്റെ കൊള്ളരായ്മകളെ ആർജവത്തോടുകൂടി എതിർത്ത ആളാണത്ര ശശി. ശശിയാണെങ്കിൽ സതീശനെ തിരിച്ചും പ്രശംസിച്ചിട്ടുണ്ട്. ഈ VD സതീശൻ നിയമസഭയിൽ കാര്യങ്ങളൊക്കെ പഠിച്ച് സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ കേട്ട് സതീശന് വലിയ രോമാഞ്ചം ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. രോമാഞ്ചം ഉണ്ടായാലും ഇല്ലെങ്കിൽ ഇത് വായിച്ചിട്ട് എനിക്ക് ചിരിയാണ് വന്നത്. സതീശൻ പുസ്തകം വായിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനിപ്പോൾ ശശിയുടെ വല്ല സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ടോ? ശശി എന്താണ് വായിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഉടായിപ്പ് പ്രസ്ഥാനം കൊണ്ട് ആളുകളെ എത്ര കാലം പറ്റിക്കാൻ പറ്റും എന്ന കാര്യം സതീശനും ആലോചിക്കണം, ശശിയും ആലോചിക്കണം. ഒറ്റപ്പാലത്തെ വോട്ടർമാർ വെറും പൊട്ടന്മാരാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. മാത്രമല്ല, ഒറ്റപ്പാലത്തിന് പുറത്ത് വേറെ 139 മണ്ഡലങ്ങളും ഉണ്ട് എന്ന കാര്യം ആലോചിക്കുന്നത് നല്ലതാണ്. അല്ല, തിരഞ്ഞെടുപ്പുകൾ വരികയും പോവുകയും ചെയ്യും. പക്ഷേ നമ്മളൊക്കെ ഇനി ഈ നാട്ടിൽ തന്നെ ജീവിക്കാനുള്ളവരാണ് എന്ന കാര്യം കൂടി ഓർമ്മിക്കണം. ജയ് ഹിന്ദ്.